സ്വാമി പറയുന്നത് ഈ പറഞ്ഞ അനുമോള് ജയിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടാണ് ആ പാവ കൊണ്ടുവന്നത് എന്നാണോ? തീർച്ചയായിട്ടും അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ വേണം നമുക്ക്. ബ്ലാക്ക് മാജിക് പോലെയുള്ള ഗൂഢമായിട്ടുള്ള ഒരു ഇതാണ് ഈ ബിഗ് ബോസിന്റെ അകത്തുള്ള. അല്ല, ഞാൻ ഈ പ്ലാച്ചിനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ബ്ലാക്ക് മാജിക് ഡോളും നോക്കിയപ്പോ ഈ കറക്റ്റ് പ്ലാച്ചിയുടെ രൂപത്തിൽ ഇത് തന്നെയാണ് വന്നത്. അത് ഇത് കർമ്മങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാവകളിൽപ്പെട്ടതാണ്. അത് ശരിക്കും നമ്മുടെ കേരളത്തിലൊന്നും ഇത് ഉപയോഗിക്കാറില്ല. കേരളത്തിലൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ശരിക്കും പുറം രാജ്യങ്ങളിലൊക്കെ നമ്മളെ പുറം ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കയറിയത് നമുക്ക് കാണാൻ പറ്റും. അത് ഈ ശരിക്കും പറഞ്ഞ അവിടുത്തെ ആഭിചാരം എല്ലാത്തിനും റൂട്ടെല്ലാം ഒന്നു തന്നെയാണ്. കർമ്മവേദിയിൽ റൂട്ടെല്ലാം ഒന്നു വെച്ച് കഴിഞ്ഞാൽ ബോധിധർമ്മൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് ശരിക്കും തമിഴ്നാടുകാരനാണ്. പുള്ളിയുടെ അവസാനം എവിടെയായിരുന്നു? ചൈനയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആത്മീയപരമായിട്ടുള്ള കാര്യം ചൈനയുടെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഇവിടുത്തെ നമ്മുടെ നേപ്പാൾ. എന്നിട്ട് ചൈനയുടെ ആ ഒരു ഇത് കണ്ടന്റ് തന്നെയാണ്. അതായത് ഇവിടെ നേപ്പാൾ അങ്ങനെ ബോധിധർമ്മപരമായിട്ടുള്ളതും ബുദ്ധപരമായിട്ടുള്ളതും കർമ്മവേദിപരമായിട്ടും ചൈനയും ഭൂട്ടാനും ഇതൊക്കെ ശരിക്കും വിശ്വാസത്തിന്റെ ഒരു ഇതിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിശ്വാസത്തെ എങ്ങനെ കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്.